ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജെല്ലി ഫിഷാണ്. അതിന് വേണ്ടത് ഞാൻ ഇപ്പോൾ 2 കളർ നൂലാണ് എടുത്തത്. ഒരു ഗ്രീനും ഒരു വയലറ്റ് കളറും പിന്നെ 2 സൂചി എടുത്തിട്ടുണ്ട്. പിന്നെ ക്രോഷറ്റിൻ്റെ നീഡിൽ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നീഡിൽ, അത് 4x0ൻ്റെ. പിന്നെ ഉള്ളത് ഒരു കത്രിക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ കൊണ്ടാണ് അതിൻ്റെ ഹെഡ് ചെയ്യണത്. അപ്പം നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 6 വീതമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ സാധാ ഡോൾസിൻ്റെ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുക. സെയിം രണ്ടെണ്ണം ഇടും സെക്കൻഡ് സ്റ്റെപ്പിൽ. പിന്നെ മൂന്നാമത്തെ റോ ചെയ്യുന്ന സമയത്ത് 2 1 2 1 ചെയ്യും. പിന്നെ ഫോർത്ത് റോ ചെയ്യുന്ന സമയത്ത് 3 2 3 2 ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമുക്ക് എത്ര വലുപ്പം വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തു പോകും. ഇതിപ്പോൾ അതാ നമ്മളെല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ 2 പിന്നെ 1 2 3 2 ആ 2 2 ആ രീതിയിലൊക്കെ ചെയ്ത് വരുമ്പോൾ 6 സ്റ്റെപ്പാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ ചെയ്ത് വരുമ്പോൾ അത് ഉള്ളിലോട്ട് ഇങ്ങനെ നിൽക്കും, കണ്ടില്ലേ? അതുപോലെ നിൽക്കും. ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതിന് ചുറ്റോറും ഒരു വേവ് പോലുള്ളൊരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ളിൽ ക്രോഷേനെ എടുക്കണില്ല, പുറത്തത്തെ മാത്രം എടുത്തിട്ട് ചെയ്യാണ്. പിന്നെ ഇതിലിതാ നമുക്കിപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണ്, 2 സൈഡിലായിട്ട് കണ്ണ്, പിന്നെ ഇതിൻ്റെ ഒരു മൗത്തിൻ്റെ ഭാഗം, അതൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിലിപ്പോൾ വയലറ്റ് കളർ നൂല് കാണിച്ചെന്നില്ലേ, ആ കളർ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്തിട്ടും ചെയ്യാം. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് മടക്കി വെച്ചിട്ട് നെക്സ്റ്റ് ക്രോഷേൻ്റെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ഈ നൂലിനെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വയലറ്റ് നൂലിനെ നമ്മുടെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക, ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാക്കണേ, അതവിടെ ടൈറ്റായിട്ട് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ അത് വലിക്കുന്നതിനിടയിൽ അത് ഊരി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ നോട്ടിട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡോളിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും 2 കളർ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കും, കണ്ടില്ലേ? ഇതുപോലെ എടുക്കുക. പക്ഷെ ഇത് കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് ഒന്നായിട്ട് എടുക്കരുത്. നമുക്ക് ആ ഫസ്റ്റത്തേതാ ആ ഒരൊറ്റ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കവർ ചെയ്യാൻ ശരിക്കും കഴിയൂല. ഇതിപ്പോൾ അതുപോലെ തുന്നി വരുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം തുന്നി വരുമ്പോൾ ഇത് അതുപോലെ കിട്ടും. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യണത് ഒരു പ്രാവശ്യം അത് ചുറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഡബിൾ ക്രോഷേൻ്റെ പോലെയാണ് ചെയ്യുക, പക്ഷെ അത് സിംഗിളായിട്ട് ചെയ്യണത്. ഇനി നമുക്ക് 2 ക്രോഷേ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ വീണ്ടും ഇടാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ തന്നെ അതിനെടുക്കുക. ഡബിൾ ക്രോഷേ അല്ല കേട്ടോ, സിംഗിൾ ക്രോഷേ തന്നെയാണ്. പക്ഷേ 2 പ്രാവശ്യം ചുറ്റിയിട്ടാണ് ചെയ്യണതെന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു കൂർപ്പ് പോലെ കിട്ടും. വീണ്ടും അതേപോലെ തന്നെ ഡബിൾ ക്രോഷേനെ സിംഗിളായിട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇട്ടിട്ട് വീണ്ടും ചെയ്യാം. ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ 2 ഇത് ചെയ്യും. അപ്പോഴാണ് അതിനൊരു ഇത് കിട്ടുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഇതിങ്ങനെ വിട്ട് വിട്ട് വരുന്ന പോലെ തോന്നും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നിൽക്കുക. ഇതേപോലെ ചുറ്റുഭാഗം ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇനി നമുക്കിതിനെ എൻഡ് ചെയ്യാനായിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ആ സൂചിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടിയിലുള്ള നൂലിനെ ഒന്നും കൂടി പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് എടുക്കും.
ഇനിയിപ്പോൾ അതിനെ നമ്മൾ നെക്സ്റ്റ് ക്രോഷേൻ്റെ ഉള്ളിലൂടെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ കഴിഞ്ഞ ഡോളിൻ്റെ വീഡിയോ കണ്ടവർക്ക് വേഗം മനസ്സിലാവും. 2 നൂല് വെച്ച് ചെയ്യുന്ന സമയത്ത് ആ നൂലിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാണ്ടൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അത് ആര്യ വർക്കൊക്കെ ചെയ്യണത് പോലെ തന്നെ അടിയിൽ നിന്ന് നൂലെടുത്തിട്ട് മുകളിലത്തെ നൂലിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരും. ഇതേപോലെ സെയിം ഇതിന് ചുറ്റുഭാഗവും ചെയ്യണം. ഇത് അതിൻ്റെ ചുറ്റുഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണിത്. കണ്ടില്ലേ? ഇനി നമുക്കിതിനെ എൻഡ് ചെയ്യാം. നമ്മൾ സാധാ ചെയ്യണത് പോലെ തന്നെ അടിക്ക് എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് പിന്നെ അതിനെ ലോക്ക് ചെയ്താൽ ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഇത് വെക്കണം. അതിന് അതേ സെയിം കളറ് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്തതുപോലെ തന്നെ ഈ കളർ വെച്ചിട്ട് തന്നെ ചെയ്യാം. സെയിം നമ്മൾ 6 ഇട്ടിട്ട് പിന്നെ 2 1 2 2 2 3 2 എന്നുള്ള ഒരു രീതിയിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിലുള്ള വലിപ്പം മാത്രം മതി. അതിന് കൂടുതലൊന്നും വേണ്ട. അതേപോലെ ചെയ്യാം. ഇതിപ്പോൾ ഇതിന് സെയിം അതേ വലിപ്പത്തിൽ കിട്ടിയില്ലേ? ഇനി ഇതിവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടത് നമുക്ക് എന്താ വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറയ്ക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ ലോക്ക് ചെയ്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തുന്നാൻ ആവശ്യമുള്ള നൂലിനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തുന്നണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂലെടുത്തിട്ട് തുന്നേണ്ടി വരും. ഇതാ നമ്മുടെ ഹെഡിൻ്റെ പാർട്ട് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ടെയില് വേണം. അതിൻ്റെ എല്ലാവർക്കും അറിയാലോ, അതിന് കുറേ ഒരു റൗണ്ടിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ, അതുണ്ടാക്കണം. അതുണ്ടാക്കി ഏറ്റവും സിമ്പിളാണ് കേട്ടോ. ക്രോഷേ മാത്രമാണ് ചെയ്യണത്. അതൊരു നമുക്കിപ്പോൾ വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് ചെയ്യാമല്ലോ, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് ചെയ്യാം. അതിനനുസരിച്ചുള്ള എണ്ണത്തിൽ മാറ്റം വരുത്തി കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇപ്പോൾ ഇവിടെ 28 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ 30 ആക്കാം, 40 ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ചുള്ള വലിപ്പം അതുണ്ടാവും. എക്സ്ട്രാ 2 സ്റ്റിച്ച് ഇടണം. നമ്മൾ ക്രോഷേൻ്റെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഇതാ ആ 2 ഉള്ളിലൂടെ ഇടരുത്. അതല്ലാണ്ട് 3ാമത്തേൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണോ. സെയിം അതേപോലെ തന്നെ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ഒരു 4 ഉള്ളിലൂടെ ചെയ്യാം. ഇനിയാണ് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ 4ാമത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ 3 സ്റ്റിച്ച് ഒരുമിച്ച് ചെയ്യണം. ആ 1ൻ്റെ ഉള്ളിൽ കൂടെ തന്നെ 3 ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യുക. 1ൻ്റെ ഉള്ളിലൂടെ 3 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിനെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് ചെയ്യുക. അപ്പോൾ തന്നെ അങ്ങോട്ട് ചുരുണ്ട് വരുന്നുണ്ടാവും. ഇത് സെയിം ഇതേപോലെ തന്നെ 4ത്തിൻ്റെ ഉള്ളിലൂടെ ചെയ്യുക. സിംഗിൾ ക്രോഷേ ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും 5ാമത്തേൻ്റെ ഉള്ളിലൂടെ 3 ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ ചെയ്ത് വരുമ്പം ഇതുപോലെയാണ് വരിക. ഇതിപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ നേരത്തെ കിട്ടുകയാണെങ്കിലും ജസ്റ്റ് നമുക്കൊരു ചുരുണ്ട പോലെ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇതേപോലത്തെ ചെയ്യണത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യണത്, സെപ്പറേറ്റ് ആയിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഊരിപ്പോകില്ല എന്നുള്ള പേടിയും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ 4 വിട്ടിട്ട് 3 ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചുരുണ്ട് വരണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 വിട്ടിട്ട് 7ാമത്തേലോ അല്ലെങ്കിൽ 6ാമത്തേലോ ആയിട്ട് 3 വീതം ചെയ്യാം. എന്നിട്ട് ഒന്നിനെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും
സിംഗിൾ ക്രോഷേൻ്റെ സ്റ്റെപ്പ് ചെയ്ത് വരിക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ വയലറ്റ് കളർ കൊണ്ട് ചെയ്തതാണ്. ഇത് നമ്മൾ ഫസ്റ്റിനെ ചെയ്തില്ലേ, ഇതിൽ ഞാൻ ഫുള്ളും ചെയ്തത് ചുരുണ്ട് വരുന്ന ടൈപ്പാണ്. അതിൻ്റെ ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, വലിപ്പം ഞാൻ ഒന്ന് വലുതാക്കിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടാണ് ചെയ്തത്. ഇനി നമുക്കിതിനെ എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിപ്പം സൂചി അതിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് അതിനെ ലോക്ക് ചെയ്ത്, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം തുന്നാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് പോരാൻ സാധ്യതയുണ്ട്. ഇനി തുന്നുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്തതിനെ അതിൻ്റെ ഉള്ളിലൂടെ തന്നെ തുന്നും. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ വിട്ടിട്ടില്ലായിരുന്നു, നമുക്ക് തുന്നിയപ്പം ഓരോന്ന് വിട്ടിട്ടല്ലേ തുന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അത് സ്കിപ്പ് ചെയ്തിട്ട് തുന്നാൻ പറഞ്ഞത്. ഇനി ഇതപ്പോൾ അങ്ങനെ തുന്നി വരുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള പഞ്ഞി നിറച്ച് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്നതിന് സെയിം ഇതേപോലെ തന്നെ തുന്നാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് അതേപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ടെയിൽ വെച്ച് കൊടുക്കണം. അതിനിപ്പോൾ ഞാൻ അതിന് എക്സ്ട്രാ തുന്നാനുള്ളതും കൂടി വിട്ടിട്ടാണ് ഞാൻ വെച്ചത്. ഇതേപോലെ ഞാൻ വലുതാണ് ഉള്ളിൽ വെച്ചത്, ചുറ്റുപുറവും ചെറുതിനെ വെക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ തല തിരിച്ച് വെക്കട്ടോ. ഇനി ഞാനത് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ കെട്ടിട്ടേ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുക്കാം. പുറത്തു കൂടെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നതാണ്. നമ്മുടെ 2 എണ്ണം തുന്നി കഴിഞ്ഞതിൻ്റെ അതാണിത്. ഇനി നമുക്കിതിന് കണ്ണാണ് വെക്കാനുള്ളത്. കണ്ണ് 2 വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്യൂട്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ മൗത്തൊക്കെ വെക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ അല്ല അതിൻ്റെ ടെയിൽ കുറേ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ എണ്ണം കൂട്ടി കൊടുക്കാം. ഞാൻ അപ്പോൾ ഇത് സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് അത് വീതി കുറഞ്ഞിട്ടും മറ്റേതൊക്കെ വീതി കൂടിയിട്ടും വന്നത്. കണ്ടില്ല അതിൻ്റെ ഡിഫറൻസ്. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.